എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എസ് ഡിയുടെ ഏറ്റവും പുതിയ ബൈക്കായിട്ടുള്ള എസ് ഡി റോഡ്സ്റ്റർ ആണ്. ഇതൊരു 334cc ജാവ 42 FJയിലൊക്കെ വരുന്നത് പോലെ തന്നെ സെയിം എൻജിൻ തന്നെയാണ്, ലിക്വിഡ് കൂൾ DOHC എൻജിനാണ്. പക്ഷേ ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ വൈസ് ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പക്ക ഒരു റോഡ്സ്റ്റർ, മസ്കുലർ ആയിട്ടുള്ള റോഡ്സ്റ്റർ ലുക്കിലാണ് ഇത്തവണ എസ് ഡി റോഡ്സ്റ്റർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റിയർ വ്യൂവിലാണ് ഏറ്റവും മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഒരുപാട് ആക്സസറീസ് അവൈലബിൾ ആണ്. ഫ്രണ്ട് വൈസറും കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ വണ്ടിക്ക് ഓവറോൾ ഒരു മസ്കുലർ ഫീലാണ് വരുന്നത്. ഇതൊന്നും ഇപ്പോൾ ആക്സസറീസ് ഒന്നും വെച്ചിട്ടില്ല. ഗ്രീൻ കളറാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. മൊത്തത്തിൽ 5ഓളം കളർ വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഫ്രണ്ട് നല്ല ഹൈറ്റിലും റിയർ നല്ല രീതിയിൽ പതിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഒരു നല്ല ലുക്കാണ് കേട്ടോ. പുറകിൽ നോക്കുമ്പോൾ അടിപൊളിയാണ്. അതുപോലെ സൈഡിൽ നിന്നും കാണാൻ സൂപ്പറാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് സ്പ്ലിറ്റ് സീറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ള ഒരു പില്യൻ സീറ്റും വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ അത് യൂസ്ഫുള്ളായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒറ്റയാൻ സെറ്റപ്പിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ വണ്ടി പറ്റും. കാരണം ജാവയുടെ ബോബർ മോഡൽ പോലെ തന്നെ നമുക്ക് സിംഗിൾ സീറ്റ് വേണേൽ ആക്കാം, അതല്ല ഡ്യുവൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റുന്ന രീതിയിൽ റിമൂവബിൾ ആയിട്ടുള്ള സീറ്റ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കീ ഉണ്ട്. ഇവിടെ സൈഡിൽ തന്നെയാണ് കീ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഈ കീ എടുത്തിട്ട് ഈ സൈഡിലെ ഇത് ലോക്ക് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു കേബിളുണ്ട്. അപ്പോൾ അത് വലിച്ചു കഴിഞ്ഞാൽ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ റിമൂവ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിപ്പം മാറ്റി കഴിയുമ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കവർ ചെയ്യാനായിട്ട് ആക്സസറി സെറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു നീറ്റ്നെസ് വരത്തുള്ളൂ. ഒരു ഗ്രാബ് റെയിലൊക്കെ വളരെ ഷോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സീറ്റിൻ്റെ ഹൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 795 mm ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് പ്ലാന്റഡ് ഫുട്ടാണ്. വളരെ ഒരു ലോവർ സീറ്റ് ഹൈറ്റാണ് വരുന്നത്. നമുക്ക് വിരിഞ്ഞിരിക്കുന്ന ഒരു ഹാൻഡിൽ ബാറൊക്കെയാണ്, ഫ്ലാറ്റായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. എന്നാൽ നമുക്ക് ഹൈറ്റ് തോന്നുകയും ചെയ്യും. സ്വിച്ച് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഉള്ളിലൊരു ഫീല് കിട്ടുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു എർഗണോമിക്സ് വന്നിരിക്കുന്നത്. ഫുഡ് പെഗ് എന്ന് പറയുന്നത് ഒരു സെമി സെൻറ്റർ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്. ഈസി ആയിട്ട് ഷോർട്ടായിട്ടുള്ളവർക്കും ഈസി ആയിട്ട് നിലത്ത് കാല് കുത്താൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. എസ് ഡി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ലോഗോയും വരുന്നുണ്ട്. ഒരു പ്രീമിയം കീ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം കീ ഇടുന്നത് നമ്മുടെ പഴയ വണ്ടികളിൽ എസ് ഡി പോലെ സെയിം സൈഡിൽ തന്നെയാണ് ഇടുന്നത്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2,10,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് 2.26 lakhs ആണ് എക്സ്ഷോറൂം ഡൽഹി വരുന്നത്. അപ്പം ഇതിൻ്റെ റിയർ വ്യൂവും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിലൊരു മാറ്റ് ഫിനിഷാണ് എൻജിൻ്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. റോഡ്സ്റ്റർ എന്നുള്ള ലോഗോ ഒക്കെ ഇവിടെ കാണാം. ഇതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സെയിം ഫിഗർ തന്നെയായിരിക്കും വരാൻ സാധ്യത. ഏകദേശം ഒരു 27-28 റേഞ്ചിലായിരിക്കും മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല ഒരു പ്രീമിയം ഫീൽ തരുന്ന അലോയ് വീൽസാണ്. അപ്പോൾ ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത് MRF-ൻ്റെ ആണ് വന്നിരിക്കുന്നത്. 100 സെക്ഷനാണ് വന്നിരിക്കുന്നത്. 18 ഇഞ്ച് അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്. അതുപോലെ 320 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ. അതുപോലെ 334cc സെയിം DOHC ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. 29 PS പവറും 29 പോയിൻറ്റ് സംതിങ് ടോർക്കും വരുന്നുണ്ട്. സെയിം ആൽഫ 2 സീരീസ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. റോഡ്സ്റ്ററിൻ്റെ ഒരു ലോഗോ ഒക്കെ ഇവിടെ കാണാം. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സെയിം എസ് ഡിയിലൊക്കെ വരുന്ന പോലെ തന്നെ സെയിം സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ക്വിക്കായിട്ടുള്ളൊരു വാക്ക് അറൗണ്ട് റിവ്യൂ ആണ്. ഓവറോൾ ലുക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല മസ്കുലറായിട്ടുള്ള നല്ല ബീഫി ആയിട്ടുള്ള ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പം റിയർ ടയർ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 150 സെക്ഷനാണ്. വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 17 ഇഞ്ച് ആണെന്ന് തോന്നുന്നു. യെസ്, 17 ഇഞ്ച് അലോയ് വീൽസാണ് റിയറിൽ വന്നിരിക്കുന്നത്. 240 mm ആണ് ഡിസ്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു സിംഗിൾ സൈഡഡ് ആയിട്ടുള്ള മഡ് ഫ്ലാപ്പാണ് വന്നിരിക്കുന്നത്. അതും നല്ല സ്റ്റൈലിഷ് ആയിട്ട് കൊടുക്കുന്നത്. വളരെ ചെറിയൊരു റിയർ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. എസ് ഡി എന്നുള്ള ഒരു ലോഗോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫെൻഡർ വളരെ ഷോർട്ടാണ്. ഇതിൻ്റെ സീറ്റാണ് ആദ്യമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു മാറ്റം. അപ്പോൾ നല്ല വിഡ്ത്തുള്ള റൈഡറിന് വളരെ മൂവ് അറൗണ്ട് ചെയ്യാൻ പറ്റിയ സീറ്റാണ്. ഒരു പ്രത്യേക ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഹാർഡായിട്ടുള്ള സീറ്റാണ്. അതുപോലെ റിയർ സീറ്റ് കണ്ടോ, കുറച്ച് നാരോ ആണ്, ഷോർട്ടാണ്. അപ്പോൾ പില്യൻ സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു ബോബർ മോഡൽ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓവറോൾ നല്ല ലുക്ക് ആൻഡ് ഫീലാണ് അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം ഡ്യുവൽ സൈലൻസറാണ്, വെടിക്കെട്ട് സൗണ്ടാണ്. ഇപ്പോൾ DB കില്ലർ ഊരി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല സൗണ്ട്
നല്ല രീതിക്ക് കേൾക്കാൻ പറ്റും. അപ്പം അത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. ഓവറോൾ ലുക്ക് വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ ആണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതിലേക്ക് പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വിളിക്കാറുണ്ട്. അത് നിങ്ങളുടെ ലിങ്ക് പോലെ ചേർക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോ വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.